ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ജിൻസി കുളത്തിൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി. തുടർന്ന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് വീഡിയോസ് ഒക്കെ കാണണേ. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പറ്റുന്നത് പോലെയൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു റൈസ് ഉണ്ടാക്കാം. ഒന്ന് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കതൊന്ന് കണ്ടാലോ? വായോ. ചോറ് വയ്ക്കാൻ എടുത്തിരിക്കുന്ന വെള്ളത്തിലേക്ക് 2-3 ഗ്രാമ്പു, 2 കറുവപ്പട്ട, 2 ഏലക്ക, കുറച്ച് നെയ്യ്, നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണേ. അപ്പോൾ ഇത്രയും ചേർത്ത് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. അപ്പോൾ അരി നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് കോരി മാറ്റി വെക്കണം. അപ്പോൾ കുതിർത്ത് വെള്ളമെല്ലാം മാറിയ ആ ഒരു അരിയാണ് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ നെയ്യൊക്കെ ഒഴിക്കുന്നത് അരി ഒട്ടി പിടിക്കാതൊക്കെ ഇരിക്കും. പിന്നെ ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണമേ. നമ്മൾ കുറേശ്ശെയായിട്ട് അരി ഇട്ട് കൊടുക്കുക. നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ മാത്രം വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ പോയി പെട്ടെന്ന് വാങ്ങിക്കുകയൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത്. എസൻസോ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിനകത്തിൽ ചേർക്കുന്നില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വെജിറ്റബിളൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അവർ കഴിക്കാൻ ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഗസ്റ്റൊക്കെ കയറി വന്നാലും നമുക്ക് അരി ഉണ്ടെങ്കിൽ, ബിരിയാണി റൈസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണേ. അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് അരിയെല്ലാം ഇട്ട് കൊടുത്തു. ഞാനിതിലേക്ക് എടുത്തിരിക്കുന്ന വെജിറ്റബിള് കുറച്ച് പൊട്ടറ്റോയും കുറച്ച് ക്യാരറ്റും ആണേ. അത് ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വേവിച്ചിട്ട് അത് നെയ്ക്കകത്തൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തൊന്ന് എടുക്കുന്നുണ്ടേ. പിന്നെ കുറച്ച് ഗ്രീൻ പീസ് വേവിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അരി തിളയ്ക്കുന്ന സമയം കൊണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അപ്പം അത്രയും മാത്രം ചെയ്താൽ മതി, ബാക്കിയെല്ലാം എളുപ്പമാണേ. ഇതൊക്കെ ഞാൻ ആ അരി വേവുന്ന സമയം കൊണ്ട് പെട്ടെന്ന് വറുത്ത് വെച്ചു. അപ്പോൾ ആ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല, ഒരുപാട് ലെങ്ത് ആയിപ്പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ വീഡിയോ. ഇത് അരിയൊക്കെ കുറച്ച് തിളച്ചിട്ടുണ്ടേ, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അരി ഏകദേശം വേവായിട്ടുണ്ട്. നമുക്കിതൊരു 3/4 വേവ് മതിയാവും. കാര്യം നമ്മൾ കുറച്ച് ദമ്മൂടെ ചെയ്യുന്നുണ്ട്. ദമ്മെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ദമ്മൊന്നുമല്ല, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചോറായിട്ടുണ്ട്, നമുക്കതൊന്ന് ഊറ്റി വയ്ക്കാം. ഇനി നമ്മൾ വലിയൊരു ചരുവത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിലേക്ക് ചോറ് ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ലെയർ ചെയ്തിട്ട് കൊടുക്കുക. വീണ്ടും ചോറിടുക. അത്രേ ഉള്ളൂ പരിപാടി. നമ്മുടെ റൈസ് റെഡിയാണ്. നമ്മൾ ഇതിനകത്തിൽ മല്ലിയില, എസൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു പപ്പടമാണെങ്കിലും കൂട്ടി ഇത് കഴിക്കാൻ പറ്റും. കണ്ടോ, ചോറ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ലെയർ ചെയ്തെടുക്കുകയാണേ. നമ്മൾ ലെയർ ചെയ്തിട്ട് നമ്മൾ വീണ്ടും അത് ദം ചെയ്യുന്നത് കൊണ്ടാണ് 3/4% വേവ് മതിയാകും എന്ന് പറഞ്ഞത്. ബാക്കി ആ സമയം കൊണ്ട് റെഡി ആയിക്കോളും. ഇത് നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് കുറച്ച് നെയ്ക്കകത്തൊന്ന് ഡ്രൈ ആക്കി എടുത്തതാണേ. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് നെയ്ക്കകത്ത് വറുത്ത് വെച്ചു, അതും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് അതും ഇട്ട് കൊടുക്കാം. ഇത്രയും നമ്മൾ ചേർക്കുന്നുള്ളൂ, ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല. വീണ്ടും ഇത് റൈസ് ഇട്ട് ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നമ്മുടെ ഒരു ക്യാരറ്റും പൊട്ടറ്റോയൊക്കെ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴാണേലും എടുക്കാൻ കാണുമല്ലോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. വേറെ കറിയൊന്നും ഇല്ല, ഇപ്പോൾ ചിക്കനോ അങ്ങനെയുള്ള കറികളൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു പപ്പടമോ ഒരു തൈരും ഒക്കെ കൂട്ടി കഴിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇതിങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കുന്നു എന്ന് വിചാരിച്ച് ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല, നല്ല ടേസ്റ്റാണേ.
നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ലെയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ദം ചെയ്യാനായിട്ട് വെക്കണം. ഒന്ന് അടച്ചിട്ട് നമ്മളിതൊരു ഒരു ഏതെങ്കിലും ഒരു തവയോ, നമ്മൾ ഉപയോഗിക്കാത്ത തവയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, ഒരു തവ ഇങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഈ ദം ചെയ്യാനെടുക്കുന്ന ആ ഒരു പാത്രം എടുത്ത് വെച്ചാൽ മതിയാവും. എന്നിട്ട് ഫ്ലെയിം ഏറ്റവും കുറച്ച്, ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15-20 മിനിറ്റ് അവിടെ തന്നെ തുറക്കാതെ അടച്ച് തന്നെ വെച്ചിരുന്നാൽ മതി. പിന്നെ എടുത്ത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് സെർവ് ചെയ്യാവുന്നതാണേ. വീണ്ടും നമ്മൾ മുകളിൽ കുറച്ച് നെയ്യ് തൂവി കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കിയത് തന്നെ നെയ്യല്ലേ, കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് നെയ്യാണേ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊക്കെ പോയി കാണണം കേട്ടോ, നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ. സാധാരണ കുഞ്ഞുങ്ങൾക്കൊക്കെ ക്യാരറ്റും പൊട്ടറ്റോയൊക്കെ ഇഷ്ടമാണല്ലോ, അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഇത് കഴിച്ചോളൂ. നമ്മൾ എക്സ്ട്രാ ഇതിനകത്തിൽ കളറൊന്നും ചേർക്കുന്നില്ല. അവസാനം നമ്മൾ റൈസെല്ലാം ഇളക്കി എടുക്കുമ്പോൾ ഈ പൊട്ടറ്റോയിലൊക്കെ ഉള്ള കളറുകൾ, മഞ്ഞൾപ്പൊടിയുടെ ആ കളറൊക്കെ തന്നെ ചോറിലൊക്കെ പിടിച്ചിരുന്നോളും. ഞാൻ ഫൈനൽ ലുക്ക് കാണിക്കാമേ. ഇതേ ചോറൊക്കെ നമ്മൾ എല്ലാം ദം ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. സൈഡൊന്നും ഞാൻ ഈ ചരുവത്തിൻ്റെ സൈഡൊന്നും ഞാൻ ഒട്ടിക്കുന്നൊന്നുമില്ല. നമ്മളിപ്പം പെട്ടെന്ന് ചെയ്തെടുക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കാണിക്കുന്നത്. ഒരു തവ ഇങ്ങനെ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഈ ബിരിയാണി എല്ലാം എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലെല്ലാം വെക്കുക. ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കുക. 10-20 മിനിറ്റിന് ശേഷം നമ്മുടെ അടപ്പ് തുറക്കുമ്പോൾ ദേ ഇങ്ങനെ ഇരിക്കും. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്കിതിനൊരു കോമ്പിനേഷൻ, ഒരു കറി ഉണ്ടാക്കാം പെട്ടെന്ന്. ഒരു ചിക്കൻ കറി. അതിന് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, സവാള ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നെല്ലാം അരിഞ്ഞ് നേരത്തെ വെച്ചിട്ടുണ്ട്. ഞാൻ സവാള ഇത്രയും ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിക്കുന്നത്, പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ തവ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാനുള്ള പൊടികളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം. കാര്യം അല്ലെങ്കിൽ നമ്മൾ ഈ ബോട്ടിലെല്ലാം നിരത്തി ആ സ്ലാവേ വെക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കതിന് മുമ്പായിട്ട് ഇതെല്ലാം ഒന്ന് എടുത്ത് വയ്ക്കാം. ഞാനിവിടെ എടുക്കുന്ന പൊടികളുടെ ഒന്നും കൃത്യം കണക്കൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. എന്നാലും എനിക്കെല്ലാം ഒരു കയ്യളവാണേ. എനിക്ക് ഇത്ര പൊടിക്ക് ഇത്ര പൊടി അങ്ങനെയൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. ഇത്ര മുളക് പൊടി, ഇത്ര മല്ലിപ്പൊടി അങ്ങനെ പറഞ്ഞു തരാൻ അറിയത്തില്ല. പക്ഷേ എല്ലാം എൻ്റെ ഒരു കയ്യളവാണ്. കാര്യം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണല്ലോ, ചിലർക്ക് എരിവ് വേണമായിരിക്കും, ചിലർക്ക് അത് വേണ്ടായിരിക്കും. അപ്പോൾ എല്ലാം എൻ്റെ ഒരു കയ്യളവിനാണ് ഞാൻ ചേർക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് കായപ്പൊടി, ഇത്രയുമാണ് ഞാൻ മസാലയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങനെ മസാലയൊക്കെ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വഴറ്റി വരുമ്പോൾ തന്നെ നമുക്കിതെല്ലാം പെട്ടെന്ന് ചേർക്കാം. അല്ലെ ഓരോ ബോട്ടിൽ തുറന്നൊക്കെ എടുക്കുമ്പോഴത്തേന് അതൊരു ബുദ്ധിമുട്ടാവത്തില്ല. ചിലപ്പോൾ ഇട്ട പൊടിയൊക്കെ മൂത്ത് പോകും. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാം കറക്റ്റ് പാകത്തിന് അങ്ങനെ ഇരിക്കും. നമ്മുടെ സ്ലാവയിലൊന്നും അങ്ങനെ പാത്രങ്ങളൊന്നും ഒത്തിരി നിരന്ന് വരുത്തുമില്ല. അപ്പം അതുകൊണ്ട് നേരത്തെ ഞാനിങ്ങനെ പൊടികളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വഴറ്റി തുടങ്ങാം. ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചിലർ ഇതിനകത്തിൽ തേങ്ങാക്കൊത്തൊക്കെ ഇടും. പക്ഷേ ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ തേങ്ങാക്കൊത്ത് ഇടാറില്ല. ബീഫ് ഒക്കെ കറി വെക്കുമ്പോഴേ ഞാനങ്ങനെ ബീഫിന് മാത്രമേ തേങ്ങയുടെ കൊത്ത് ചേർക്കാറുള്ളൂ. ചിക്കന് ഞാൻ ചേർക്കാറില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിലെ തന്നെ കറിവേപ്പിലയാണ്. ഞാൻ പുറത്തുനിന്ന് കറിവേപ്പിലയൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് വഴട്ടി എല്ലാം ഒന്ന് വരുമ്പോഴത്തേക്കിന് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ദേ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ടേ, പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ചിലർ നീളത്തിലൊക്കെ ആ സവാള അരിയുന്നത്. അങ്ങനെ ഇങ്ങനെ തന്നെ അരിയാവുമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുന്ന കാര്യം പെട്ടെന്നൊന്ന് വഴണ്ട് വരും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതാകുമ്പം കുറച്ച് പെട്ടെന്ന് വഴണ്ട് കിട്ടും.
നമ്മൾ ചിക്കനൊക്കെ നേരത്തെ കഴുകി അതും വെള്ളം തോരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിതിനകത്തിൽ വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കുന്നില്ല. കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ വഴണ്ട് ഒന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ആ അരപ്പെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. ഞാനിതിനകത്തിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വന്നോളും കുറച്ച് നേരം കഴിയുമ്പോൾ കേട്ടോ. ഇനി ഒന്ന് അടച്ച് വയ്ക്കാം. ഇതേ കണ്ടോ, വെള്ളം ഞാൻ ഒട്ടും ചേർത്തിട്ടില്ല. പക്ഷേ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി അത്യാവശ്യം വെള്ളമുണ്ട് കണ്ടോ. അപ്പം നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്നൊരു തൈരൊരു സലാഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റും ഒരു പച്ചമുളകും കുറച്ച് സവാള അരിഞ്ഞതും ഇത്രയുമാണ് ഞാൻ ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കഴിച്ചാലോ. ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലേ പരിപാടി? അധികം താമസമൊന്നുമില്ല. പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക്